ഹായ് കൂട്ടുകാരെ, വളരെ രസകരമായ ഒരുപാട് പ്രാങ്ക് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ പ്രാങ്ക് ചെയ്യാൻ പോയി സ്വയം പണി ഇരന്നു വാങ്ങുന്നവരെ കണ്ടിട്ടുണ്ടോ? അത്തരത്തിലുള്ള കുറച്ച് ആളുകളെ പരിചയപ്പെടാം. സ്നോമാൻ്റെ വേഷം കെട്ടി ആളുകൾ അടുത്ത് വരുമ്പോൾ പേടിപ്പിക്കാൻ വേണ്ടി നിന്നതാണ്. വേസ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് വേസ്റ്റ് ഇടുന്നവരെ പേടിപ്പിക്കാം. അത് എങ്ങനെയുണ്ടാവും, കണ്ട് നോക്കിയാലോ. ഇനി ജീവിതത്തിൽ ഇവൻ വേറെ ആരെയും പ്രാങ്ക് ചെയ്യില്ല. കസേരയിൽ ഉറങ്ങുന്ന ആളെ വീഴിക്കാൻ നോക്കിയതാണ്. എന്നാൽ അതിലും അടിപൊളിയായിട്ട് പുള്ളിക്കാരൻ വീണിട്ടുണ്ട്. ഒന്ന് പേടിപ്പിക്കാം എന്ന് കരുതി ഒറ്റയ്ക്കിരുന്ന് ഫോൺ വിളിക്കുന്ന ആളുടെ അടുത്തേക്ക് വന്നതാണ്. എന്നാൽ ആളുടെ റിയാക്ഷൻ നോക്ക്. വന്നവനെ ഊഞ്ഞാലാട്ടി വിട്ടു, അത്ര തന്നെ. ഉറങ്ങിക്കിടക്കുന്ന അച്ഛനെ ഒന്ന് പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയാണ് മകള് ഒരു പി എല്ലാം കൈ പിടിച്ച് ചെല്ലുന്നത്. അവസാനം എന്തായി നോക്കാം. അച്ഛൻ പഴയ കളരിയാണ്. ഇനി മകൾക്ക് അടുത്ത വെള്ളിയാഴ്ച ബോധം വരും. കസേരയിൽ ഇരുന്നവന് ഒരു കുലുക്കവുമില്ല. തട്ടിയിട്ടവന് ആസനസ്ഥനായി ആസനം പൊളിഞ്ഞു. കാമുകിയുടെ ബർത്ത്ഡേക്ക് കാമുകൻ വലിയൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു വലിയ ബോക്സ് ഗിഫ്റ്റും ഒരു ലെറ്ററും കൊണ്ടുപോയി വെച്ചു. അവൾ ഒരുപാട് പ്രതീക്ഷിച്ചു. ആ ഊള ബോക്സ് കയറിയിരുന്ന് പറ്റിക്കുമെന്ന് അവൾ ഒട്ടും വിചാരിച്ചില്ല. അച്ഛനെ ഒന്ന് പ്രാങ്ക് ചെയ്ത് പറ്റിക്കണം, അതാണ് പ്ലാൻ. അതിനുവേണ്ടി മകൻ വേസ്റ്റ് ഇടുന്ന ബോക്സ് കയറി ഇരിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. മകൻ്റെ ടൈമിങ് തെറ്റി. അച്ഛന് നല്ല ടൈമിംഗ് ആയിരുന്നു. പണി പാളി. ഫ്രിഡ്ജിനുള്ളിൽ കയറിയിരുന്ന് ഒന്ന് പേടിപ്പിക്കണം, അതായിരുന്നു ഉദ്ദേശം. വന്നവൻ നല്ലപോലെ പേടിച്ച് കുപ്പിയൊക്കെ എവിടെയൊക്കെ കയറിയോ. ഒരു ചാനൽ ഇൻ്റർവ്യൂ ആണ്. പ്രാങ്ക് ചെയ്യാൻ വന്നവൻ ജോലി റിസൈൻ ചെയ്തു എന്നാണ് കേട്ടത്. ആ ഒറ്റയിടിക്ക് തന്നെ അവൻ്റെ ബോധം പോയി എന്നാണ് തോന്നുന്നത്. ലോറിയിൽ വേസ്റ്റ് എടുക്കാൻ വരുന്ന ആളിനെ ഒന്ന് പ്രാങ്ക് ചെയ്ത് പേടിപ്പിക്കണം, അത് മാത്രമായിരുന്നു പ്ലാനിങ്. എന്നാൽ അവിടെ നടന്നത് കസേര വലിക്കുന്ന കണ്ട് അടുത്തിരുന്ന ചിരിച്ചവൻ അറിഞ്ഞില്ല ആ പ്രാങ്ക്. അവനുള്ളത് ആണെന്ന്. എന്തൊരു ചിരിയാണ്. അമ്മയെ പ്രാങ്ക് ചെയ്യാനായിട്ട് ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ പിടിച്ച് മകളങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അമ്മയെ വിളിക്കുന്നു. അമ്മ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. മകളുടെ സൗണ്ട് കേട്ട് അമ്മ കൈ പൊക്കുന്നതും ആ പാത്രത്തിലെ വെള്ളം മുഴുവൻ മകളുടെ മേത്ത് തന്നെയാണ് വീണത്. സോംബിയെ പോലെ അഭിനയിച്ച് ഹോസ്റ്റലിൽ താമസിക്കുന്ന പിള്ളേരെയെല്ലാം ഒന്ന് പേടിപ്പിക്കാമെന്ന് വിചാരിച്ചതാണ്. ആദ്യം പിള്ളേരെല്ലാം ഒന്ന് പേടിക്കുന്നുണ്ട്, പിന്നീട് എന്തുണ്ടായെന്ന് കണ്ടു നോക്കാം. എന്നാൽ അവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി. അവനെ കണ്ടം വഴി ഓടിച്ച് പഞ്ഞിക്കിട്ട്